ഹലോ, അത് ഇന്ന് ഒരു വെറൈറ്റി സംഭവമാണ് റെഡിയാക്കാൻ പോണത്. ഇത് കൂണാണ്. കൂണ് മഷ്റൂം, ചിപ്പിക്കൂണെന്നും പറയും. അങ്ങനെ രണ്ടുമൂന്ന് പേരിൽ അറിയപ്പെടും. അപ്പോൾ അതാണ് ഇന്നത്തെ വിഭവം ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് പിന്നെ അതിൻ്റെ തന്നെ ഇത് തണ്ടാണ്. ഇതിൻ്റെ വേവ് കൂടുതലായിരിക്കും. അതിന് ആദ്യം ഉപയോഗിക്കുക, പിന്നെ ഉണ്ടാവുക കാണിച്ചു തരാട്ടെ. ഇവിടെ പിന്നെ അതിലുള്ള ചേരുവകൾ: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ അതിട്ടിട്ട് ചട്ടിയിലിട്ട് സവാള ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ. ഉള്ളി ഇത്തിരി വേറെ ഇതിലിട്ടേക്കാണ്. സവാള ഉണ്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. അതിലിട്ടിട്ട് കൊടുക്കട്ടെ. ഇത് മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി കേട്ടോ. ഉള്ളി ഒന്ന് ഉരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇവിടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. തീ എപ്പോഴത്തിൽ കുറച്ചിട്ടങ്ങനെ മഞ്ഞൾപ്പൊടി, ഇത് മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇടാം കേട്ടോ. ഇപ്പം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്യാം. ഇതിപ്പിട്ടേക്കണ എൻ്റെ തണ്ടാണ് കേട്ടോ. അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. തണ്ടാണ്. ഇല്ലെന്ന് വെച്ചാൽ മനസ്സിലല്ലേ കുട പോലെ ഇരിക്കണത്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് വേവ് കുറവും, കട്ടി കുറവ്. ഇപ്പോൾ തണ്ടാണ് ഇട്ടുന്നത്. ഇത്തിരി നേരം ഒരു 5 മിനിറ്റ് 7 മിനിറ്റുള്ള വേവട്ടെ. ഇതിന് വേവ് കുറവായിരിക്കും. അത്ര നേരം മൂടി വെക്കാം കേട്ടോ. മാറ്റി ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച്. അടുത്തത് നമുക്ക് ഇടാം. അതിൻ്റെ കുട ഇതിനാണ് മിക്സ് ചെയ്യും. ഇതിപ്പോൾ മസാലയും ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. അധികം തീയിടണ്ട. ആദ്യം തീയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ കരിഞ്ഞു നോക്കണത്. തീ കുറച്ചായിട്ടേക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് എവിടം വരെ ആയിരുന്നു നോക്കാം. തുറക്കട്ടെ. സംഭവം സൂപ്പറായിട്ടുണ്ട്. നമുക്കിനി ഇതേ ഒരു ബൗളിലേക്ക് മാറ്റാം. ആദ്യം ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് വെച്ച് നോക്കണേ. ഇത് നമുക്ക് വെള്ളയപ്പത്തിൻ്റെ പാലപ്പത്തിൻ്റെ ഒപ്പം, ചപ്പാത്തിയുടെ ഒപ്പം, പിന്നെ ചോറുമായിട്ട് കൂട്ടിക്കടിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ.